ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ PSC. ഇന്നത്തെ ക്ലാസ്സിൽ PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയുന്നത്. കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന്റെ ആൻസർ കീ ആണിത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക. 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3 ഹിമാലയൻ നദികളാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ ഹിമാലയൻ നദികളാണ്. നർമ്മദ ഒരു ഉപദ്വീപീയ നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽപ്പെടുന്നു? ഥാർ മരുഭൂമിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽപ്പെടുന്നു? ഥാർ മരുഭൂമി. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. പശ്ചിമ ബംഗാൾ. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. പശ്ചിമ ബംഗാൾ. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈയടുത്ത് നിലവിൽ വന്ന ജില്ലയാണ് വിജയനഗര. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈയടുത്ത് നിലവിൽ വന്ന ജില്ലയാണ് വിജയനഗര. അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് ടൗട്ടെ. അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് ടൗട്ടെ. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ബി 1ഉം 4ഉമാണ്. ഇൽമനൈറ്റും മോണോസൈറ്റുമാണ് കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ. കണ്ടൽക്കാടുകളും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. കണ്ടൽക്കാടുകളും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഇതൊന്ന് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ശബരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ 1ഉം 2ഉം ആണ്. പമ്പ, കക്കി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ പമ്പ, കക്കി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി താലൂക്കാണ്. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഇത് 3ഉം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടുന്നതാണ്. താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? PT ഉഷ, TC യോഹന്നാൻ, KM ബീനാമോൾ എന്നിവർ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവരാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക. പെരിയാർ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്താണ് കാസർഗോഡ്. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്താണ് കാസർഗോഡ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. നീണ്ടകരയാണ്. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് നീണ്ടകര. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്നത് എറണാകുളത്തും ഏറ്റവും കുറവ് വയനാടുമാണ്. ഓപ്ഷൻ ഡി എറണാകുളം, വയനാടാണ് ശരി ഉത്തരം. ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്നത് എറണാകുളവും ഏറ്റവും കുറവ് വയനാടുമാണ്. 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തി മിനിമോൾ എബ്രഹാം. 2020 വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് മിനിമോൾ എബ്രഹാം.
പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഇരവിപേരൂർ. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് ഇരവിപേരൂർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാൾ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണമേനോന്റെ കൃതികളിൽ പെടാത്തത് പ്രേമാശ്രമം, എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ വള്ളത്തോളിന്റെ കൃതികളാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലിയെയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ മന്ത്രിയാണ് ഡോക്ടർ എസ് ജയശങ്കർ. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ BD മിശ്രയാണ്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ BD മിശ്രയാണ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് 1930, 31, 32 വർഷങ്ങളിലാണ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് 1930, 31, 32 വർഷങ്ങളിലാണ്. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വില്ലുവണ്ടി സമരം നയിച്ചു എന്നതാണ് വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത്. വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി എന്നിവ വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. AK ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു. AK ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഓപ്ഷൻ ഡി ആണ്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ആശയമാണ് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. താഴെ പറയുന്നവരിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികളാണ്. 1ഉം 2ഉമാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ക്യാപ്റ്റൻ ലക്ഷ്മി. താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികളാണ് വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭ നിലകൊള്ളുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവനകൾ: ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. ശരിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. അതും ശരിയാണ്. നിയമനിർമ്മാണമാണ് ജനപ്രതിനിധി സഭയുടെ പ്രധാന ചുമതല. അതും ശരിയാണ്. ഗാന്ധിജി മുന്നോട്ട് വെച്ച നെയിം താലിം നൂതന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഗാന്ധിജി മുന്നോട്ട് വെച്ച നെയിം താലിം വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് 1 മാത്രമാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനു ഊന്നൽ നൽകി എന്നത് തെറ്റാണ്.
ശരിയായിട്ടുള്ളത് വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം. ശരിയാണ്. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ശരിയാണ്. സ്വാതന്ത്ര്യമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. അതും ശരിയാണ്. 6 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. അതും ശരിയാണ്. നമുക്ക് 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടനയാണെന്നാണ്. തെറ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? 2, 3 ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ശരിയാണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഇത് രണ്ടും ശരിയാണ്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവല്ലയിലെ ഇരവി പേരൂരിലാണ് ജനനം. അത് തെറ്റായ പ്രസ്താവനയാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് കണ്ണമ്മൂലയിലാണ്. ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ദ്വിതീയ മേഖല. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? ദ്വിതീയ മേഖല. മത്സര അടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം 1952. മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം 1952. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച പേടകത്തിന്റെ പേര് വോസ്തോക്ക് 1. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിന്റെ പേര് വോസ്തോക്ക് 1. ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ജൂലൈ 21. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ജൂലൈ 21. 2019 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ഹരിഹരൻ. 2019 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ഹരിഹരൻ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? ഹരിയാന. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തെ വ്യക്തിയാണ്? ഹരിയാന. 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? പോൾ ലിഞ്ചിനാണ്. ഇത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഞാൻ 2023 ആക്കിയാണ് പറയുന്നത്. 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത് പോൾ ലിഞ്ചിനാണ്. 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം റോം. 2021 G20 രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം റോമാണ്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ചെറുകുടൽ. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ചെറുകുടൽ. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. സങ്കര ഇനം തക്കാളി മുക്തി. സങ്കര ഇനം തക്കാളിയാണ് മുക്തി. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? തെന്മല. കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിനാണ് കോവാക്സിൻ. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിനാണ് കോവാക്സിൻ. നിപ്പ രോഗത്തിന് കാരണമായ ജീവിയാണ് വൈറസ്. നിപ്പ രോഗത്തിന് കാരണമായ ജീവി വൈറസ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം.
രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? 30 ഡിഗ്രി. രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? 30 ഡിഗ്രി. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ്? ആർക്കിമിഡീസ്. ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ്? ആർക്കിമിഡീസ്. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തം കുറയുന്നു. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിന്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ് ജെഫ് ബെസോസ്. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിന്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ് ജെഫ് ബെസോസ്. അപ്പോളോ 11 ചാന്ദ്ര ദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? മൈക്കിൾ കൊളിൻസ്. അപ്പോളോ 11 ചാന്ദ്ര ദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് മൈക്കിൾ കൊളിൻസ്. ബാക്ക് ടു ബേസിസ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? കൊറോണ വൈറസ്. ബാക്ക് ടു ബേസിസ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? കൊറോണ വൈറസ്. നിലവിലെ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് വൈറസ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി വൈറസ്. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവ. ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ക്യാൻസർ. DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? വില്ലൻ ചുമ. DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? വില്ലൻ ചുമ. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. അതാണ് DPT. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഇനമാണ് ഈഡീസ്. സംയോജിത ശിശുവികസന സേവന പദ്ധതി ICDS ആരംഭിച്ച വർഷം 1975. സംയോജിത ശിശുവികസന സേവന പദ്ധതി ആരംഭിച്ചത് 1975. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? 1000. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? 1000. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? വയറിളക്ക രോഗങ്ങൾ. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? വയറിളക്ക രോഗങ്ങൾ. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂനെ. മെലിഞ്ഞ രോഗം, സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖമാണ് എയ്ഡ്സ്. മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖമാണ് എയ്ഡ്സ്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2010. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് 2010.